ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനത്തെ ചൊല്ലി കൊമ്പ് കോർത്തിരിക്കുകയാണ് ആറന്മുളയിലെ UDF LDF സ്ഥാനാർത്ഥികൾ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമുക്കറിയാം, ഇത്രയധികം മെഡിക്കൽ കോളേജുകൾക്കും ആശുപത്രികൾക്കും തീ പിടിച്ച മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രികൾ തീയിൽ മുങ്ങുമ്പോൾ വെന്റിലേറ്ററുകൾ ഓഫായി പോകുന്ന സ്ഥിതിവിശേഷം ഈ നാട്ടിൽ ഉണ്ടാകുന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. ആലോചിച്ചിരിക്കാൻ സമയമില്ല. എന്നതെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം. അത് തന്നെ ഞാനും ആലോചിക്കുന്നു. കത്രിക വയറ്റിൽ കുടുങ്ങിയിട്ട് അത് 5 കൊല്ലമല്ല, വേണമെങ്കിൽ 50 കൊല്ലം ഇരിക്കുമെന്ന് പറഞ്ഞ ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുള്ള നാടായി കേരളത്തെ മാറ്റിയത് ഇതാണ് പുള്ളി. ചികിത്സാ പിഴവുകളുടെ ഘോഷയാത്രയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി, ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായത്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ കത്രിക എന്നൊരു ആരോപണം ഉന്നയിച്ച് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ആ കത്രിക കുടുങ്ങിയത് 2017 21 എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല വിമർശിക്കേണ്ടത്, ശൈല ടീച്ചറെയാണ് വിമർശിക്കേണ്ടതെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ചത്. ഇതെന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ നോട്ടീസ് ഒട്ടിച്ചത് ഡോക്ടറാണെന്ന് പറഞ്ഞു. ഡോക്ടർ പിറ്റേ ദിവസം പറയുന്നു ഞാൻ അങ്ങനെ ഒട്ടിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഡോക്ടർ തന്നെ പറയുകയാണ്. അപ്പോൾ അത് ആരാണ് ഒട്ടിച്ചത്? ഒരു സ്റ്റോറി ബോർഡ് പോലെ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയും. ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിക്കപ്പെട്ടിട്ടുണ്ടോ? അത് ഉത്തരം പറ. അത് എന്നാ അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ഒട്ടിച്ചത്? ഒരു സർക്കാർ സ്ഥാപനമല്ലേ? ആ സർക്കാർ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നാൽ അത് ആരാണെന്ന് കണ്ടെത്താൻ ഈ സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ സാധിച്ചിട്ടുണ്ടോ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കേസിൽ ആക്രമിച്ചു, ആയുധങ്ങളുമായി ആക്രമിച്ചു എന്ന് പോലീസ് ചാർജ് ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് എന്താ? ഒരു ആക്രമിക്കാനുള്ള ഒരു മാരകായുധങ്ങളും ഇല്ലായിരുന്നു എന്നല്ലേ കോടതി കണ്ടെത്തിയത്? നീ എന്താ ടെൻഷൻ അടിക്കുന്നത്? നിനക്കുള്ള ഞാൻ പോയിക്കൊണ്ട് വരുന്നില്ലേ? ആരോഗ്യവകുപ്പ് മന്ത്രിയെ പരസ്യമായി ആക്രമിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ, കേരള സമക്ഷം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചായിരുന്നു. ആരെങ്കിലും പുറത്തുവിട്ടോ? അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതര അസുഖമുള്ള ഒരാള് കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? ഇതിനെന്താ ഇത്ര മറുപടി പറയാൻ? കള്ളന്മാര് അത്ര ബുദ്ധിമാന്മാരാ അല്ലയോ? എനിക്കറിയില്ല സാർ. ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം? എന്റെ കൈയും കാലും പറിക്കുന്നു. ഇപ്പൊ ഡോക്ടർ ഹാരിസ് വളരെ മികച്ച ഡോക്ടറാണ് എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി തന്നെയാണ്. ആ ഹാരിസ് ഡോക്ടറാണ് പറഞ്ഞത് ഇവിടെ വേണ്ടത്ര ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങളില്ല. അടിപൊളി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല ഡോക്ടർ എന്ന് ക്രെഡിറ്റ് കൊടുത്തൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, എൻ്റെ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഡോക്ടറുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കണ്ടേ? ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെ കൂടുതൽ ശക്തമായി തുടരും. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.